പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ നമ്മള് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് കുറയാണ്. അത് കാരണം നമ്മൾ 1-2 ക്ലാസ്സുകളും കൂടി നമ്മൾ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ റെസ്പോൺസ് കൂടുന്തോറുമാണ് നമ്മൾ കൂടുതൽ ചെയ്യണോ എന്ന് ആലോചിക്കുന്നത്. First question നോക്കിയോളൂ. The function g of x equal to x by 2 plus 2 by x has a local minimum at. എങ്ങനെയാണ് ലോക്കൽ മിനിമം നമ്മൾക്ക് അറിയാൻ സാധിക്കുക? അതായത് ഫംഗ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? g of x എന്ന് പറയുന്നത് x by 2 plus 2 by x ആണ്. ലോക്കൽ മിനിമം ആവണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് എഫ് ഡാഷ് എന്ന് അല്ല, ഇവിടെ ജി ആണ്. അപ്പൊ ജി ഡാഷ് എക്സ് എന്ന് പറയാം. ജി ഡാഷ് എക്സ് എന്താണ് ഈക്വൽ ടു 0യിലേക്ക് ആക്കുമ്പോൾ പിന്നെന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ജി ടു ഡാഷ് എക്സ് എന്താണ് ആവണം? പോസിറ്റീവ് ആവണം, ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയുള്ള എക്സിനെ കിട്ടിയാലാണ് ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഉള്ള പോയിന്റ്സ്, എക്സിന്റെ പോയിന്റ്സ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ ജി ഡാഷ് എക്സ് എന്ത് വരും? അതായത് ഇതിന്റെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ 1/2 പ്ലസ് 2 ഇൻറ്റു 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x². അപ്പൊ എന്ത് വരും? 1/2 മൈനസ് 2/x² അല്ലെ? ഇനി എന്താണ്? ജി ടു ഡാഷ് എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. പക്ഷെ ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 ഈക്വൽ ടു 2/x² വരില്ലേ? അപ്പൊ x² ഈക്വൽ ടു 4 വരില്ലേ? x ഈക്വൽ ടു എന്ത് വരും? +or-2 വരില്ലേ? അപ്പൊ x ഈക്വൽ ടു +or-2 വരുമ്പോ നമ്മൾ ജി ടു ഡാഷ് എക്സ് നോക്കണം. കാരണം എന്താണ്? ഏത് എക്സിലാണ് നമുക്ക് ലോക്കൽ മിനിമം കിട്ടണമെന്ന് നോക്കണം അല്ലെ? അപ്പൊ ജി ടു ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലെ? അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 വരും. മറ്റേതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? -2 ഇൻറ്റു x⁻² അല്ലെ? അപ്പൊ -2 ഇൻറ്റു x⁻²/2 മൈനസ് 1 അല്ലെ? അപ്പൊ x⁻³ ഇത് വരില്ലേ? അതായത് -2/x³. അത് എത്രയാണ്? 4/x³. 4/x³ വെൻ x ഈക്വൽ ടു 2 ആവുമ്പോ നമുക്ക് 4/x³ എന്ന് പറയുന്നത് എന്ത് വരും? 4/8 വരും. അപ്പൊ അത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? പോസിറ്റീവ് ആണ് അല്ലെ? ഇനി x ഈക്വൽ ടു -2 ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 4/-8 എന്ന് വരും. മൈനസ് ആണ്, അപ്പൊ ലെസ് ദാൻ 0 ആണ്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ലോക്കൽ മിനിമം ആണ് കിട്ടേണ്ടത്. അപ്പൊ ലോക്കൽ മിനിമം കിട്ടണമെങ്കിൽ ഇത് പോസിറ്റീവ് ആവണം അല്ലെ? 4/8 ഗ്രേറ്റർ ദാൻ 0 ആവണ പോയിന്റ് ഏതാണ്? അറ്റ് x ഈക്വൽ ടു 2. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Triangular park is enclosed on 2 sides by a fence and on the third side by a straight river bank. The 2 sides having fence are of the same length x. The maximum area enclosed by the park is. നമുക്ക് അപ്പൊ എന്താണ്? 2 സൈഡ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാൻ വേണ്ടിയിട്ടുള്ള വാക്യം എന്താണ്? ഹാഫ് ഇൻറ്റു എ ബി, അല്ല എ ഒരു സൈഡും ബി ഒരു സൈഡും ആണ് വെച്ചെങ്കിൽ AB ഇൻറ്റു സൈൻ സി അല്ലെ? സി എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആ ഒരു കോണാണ് പറയണത്, ആംഗിൾ ആണ് പറയണത് അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ ദ തേർഡ് സൈഡ് ഈസ് എ സ്ട്രെയിറ്റ് റിവർ ബാങ്ക്. 2 സൈഡ് ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്, തേർഡ് സൈഡ് സ്ട്രെയിറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞത്? ആംഗിൾ എന്ത് വരും? ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ വരിക? കാരണം എന്താണ്? റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വരിക. അപ്പൊ റൈറ്റ് ആംഗിൾ ആവുമ്പോ 90 ഡിഗ്രി ആണ്.
അപ്പൊ സൈനിന് ഏറ്റവും വലിയ വാല്യൂ വരണം അല്ലെ, എന്നാലല്ലേ ഇത് മാക്സിമം ആവുക. അപ്പൊ സൈനിന് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. സൈനിന്റെ വാല്യൂ 0 to 1 അല്ലേ? അപ്പൊ 1 0 to 1 അല്ല, -1 to 1 ആണ് അല്ലെ? അപ്പം സൈനിന്റെ ഏറ്റവും കൂടുതലുള്ള വാല്യൂ എന്ത് വരുന്നുണ്ട്? 1 എന്ന് പറയുന്നുണ്ട് അല്ലെ? 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തായി? സൈൻ സി എന്ന് പറയുന്നത് 1 ആയി. അപ്പൊ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? സെയിം ലെങ്ത് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് അല്ലേ? അപ്പൊ എന്ത് വരും? x²/2 അല്ലെങ്കിൽ ഹാഫ് x² എന്നുള്ളതാണ്. ഏതാണ് ഓപ്ഷൻ നോക്കൂ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Angle between the tangents to the curve y equal to x² minus 5x plus 6 at the points 2, 0 and 3, 0 is. സ്ലോപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് ടു ദ കർവ് ഇതും പോയിന്റ്സ് ഇതുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു പോയിന്റിലുള്ളത്, അതായത് dy/dx ചെയ്യുക അല്ലെ? dy/dx എന്നുള്ളത് ആ പോയിന്റിൽ കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് എന്താവും? അപ്പോ ടാൻജൻസ് ടു ദ കർവ് ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ പ്രോഡക്റ്റ് എന്താവും? m1 m2 എന്ന് പറയുന്നത് -1 ആവും അല്ലെ? പെർപെൻഡിക്കുലർ ആവുമ്പോ ആംഗിൾ അപ്പൊ എന്താവും? ആംഗിൾ എന്ന് പറയുന്നത് π/2 ആവും അല്ലെ? എന്നാലല്ലേ ഇത് m1 m2 എന്ന് പറയുന്നത് -1 ആവുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസറിൽ ചെയ്യണത് നോക്കാം. y equal to x² minus 5x plus 6 ആണ്. അപ്പൊ dy/dx എന്ത് വന്നു? 2x minus 5 എന്ന് വന്നില്ലേ? ഇനി എന്താണ്? x equal to 2 ആണ് വരുന്നത് അല്ലെ? x equal to 2 വരുമ്പോ dy/dx കാണുമ്പോ നമുക്ക് m1 കിട്ടില്ലേ? അതായത് m1 എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? 2 into 2 minus 5, അത് എത്രയാണ്? -1 എന്ന് വരില്ലേ? അപ്പൊ m1 എന്ന് പറയുന്നത് -1 ആണ്. ഇനി x equal to 3 എന്നുള്ള ഇത് കൊടുക്കുമ്പോ dy/dx എന്ന് പറയുന്നത് എന്ത് വരും? m2 ആണ്. m2 എന്ന് പറയുന്നത് എന്ത് വരും? 2 into 3 minus 5, അത് എത്രയാണ്? 1. ഇനി m1 m2 എന്ന് പറയുന്നത് -1 ആവണം അല്ലെ? m1 m2 എന്ന് പറയുന്നത് -1 ആണോ നോക്കൂ. അതായത് m1 ഇവിടെ എന്താ വന്നേ? -1 ഇൻറ്റു m2 എന്താണ് വന്നേ? 1. അപ്പൊ എന്ത് വന്നു? -1 എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ടാൻജൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം അല്ലെ? അപ്പൊ പ്രോഡക്റ്റ് m1 m2 -1 ആയ കാരണമാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത്? ടാൻജൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ആംഗിൾ എന്താവും? പെർപെൻഡിക്കുലർ ആവണം വെച്ചെങ്കിൽ ആംഗിൾ എന്താവും? π/2 റേഡിയൻസ് ആവും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A value of c for which conclusion of mean value theorem holds for the function f of x equal to log x to the base e on the interval closed interval 1, 3 is. f of x തന്നുണ്ട് അല്ലെ? f of x എന്ന് പറയുന്നത് log x to the base e ആണെന്ന് തന്നുണ്ട്. ഇന്റർവെലും തന്നുണ്ട്, ക്ലോസ്ഡ് ഇന്റർവൽ 1, 3 ആണെന്ന്. അപ്പൊ മീൻ വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്താന്ന് പറയാം? എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണ്. ലോഗ് എക്സ് ടു ദ ബേസ് ഇ എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ 1, 3 എങ്കിൽ, പിന്നെ ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവൽ 1, 3 എങ്കിൽ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് സി belongs to open interval a b such that f dash c equal to f of b minus f of a divided by b minus a എന്ന് പറഞ്ഞൂടെ?
അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നിലും നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെയാ കാണുക? ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3 ആവുമ്പോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് വരും? ലോഗ് 1 ടു ദ ബേസ് ഇ. അത് എത്രയാണ്? 0 ആണ്. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്ത് വരും? ലോഗ് 3 ടു ദ ബേസ് ഇ അല്ലെ, ലോഗ് 3 ടു ദ ബേസ് ഇ. ഇനി നമുക്ക് ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എഫ് ഡാഷ് സി കാണാൻ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് ബിക്ക് എന്താ വരിക? ലോഗ് 3 ടു ദ ബേസ് ഇ മൈനസ് 0 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 അല്ലേ. അപ്പൊ എന്ത് വരും? ലോഗ് 3 ടു ദ ബേസ് ഇ ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നില്ലേ. ഇനി ഡെറിവേറ്റീവ് കാണാൻ എന്താ ചെയ്യാ? അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ലോഗ് ഇ ടു ദ ബേസ് എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? എഫ് ഡാഷ് എക്സ് ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/x എന്ന് വരും അല്ലെ. അപ്പൊ 1/x വന്നു. അപ്പൊ എഫ് ഡാഷ് സി എന്ത് വരും? എഫ് ഡാഷ് സി എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ടു ദ ബേസ് ഇ അല്ലെ, അതായത് 1/x അല്ലേ നമുക്ക് തന്നു. ഇനി എഫ് ഡാഷ് സി ആവുമ്പോ 1/c എന്നല്ലേ വരിക. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 1/c ആണ്. അപ്പൊ 1/c എന്ന് പറയുന്നതാണ് ഈ ലോഗ് 3 ടു ദ ബേസ് ഇ ബൈ 2 അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇതിനെ 2 ബൈ ലോഗ് 3 ടു ദ ബേസ് ഇ എന്ന് എഴുതിക്കൂടെ? ഇനി എന്താണ്? ഇങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഇല്ല. ലോഗ് 3 ടു ദ ബേസ് ഇ എന്നുള്ളത് ഏതാണ്? ഹാഫ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ചേഞ്ച് ബേസ് ഫോർമുല ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പോ ബേസ് ഫോർമുല എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? അതായത് 1 ലോഗ് 3 ടു ദ ബേസ് ഇ ഈക്വൽ ടു ലോഗ് ഇ ബേസ് 3 എന്ന് എഴുതിക്കൂടെ? 1 എന്നുള്ളത് ഇതാക്കണം വെച്ചെങ്കിൽ ഈ ബേസ് മാറണം അല്ലെ. അപ്പൊ സി എന്താവും? സി ഈക്വൽ ടു 2 ഇൻറ്റു ഇതെന്ന് വരും ലോഗ് ഇ ടു ദ ബേസ് ലോഗ് ഇ ടു ദ ബേസ് 3. ഏതാണ് ആൻസർ നോക്കൂ? ലോഗ് ഇ ടു ദ ബേസ് 3 ഇതാണ് ആൻസർ. നിങ്ങൾ തെറ്റി ഇത് ആൻസർ ചെയ്യരുത്, കാരണം ലോഗ് 3 ടു ദ ബേസ് ഇ ആണ് ഇത്. അപ്പൊ ഹാഫ് ആണ് വരുന്നത്, അതല്ല ആൻസർ. ഇത് ലോഗ് ഇ ടു ദ ബേസ് 3 ആണ്. കാരണം ആ ബേസ് ഫോമിൽ വെച്ചിട്ട് നമ്മൾ ആ ലോഗരിതത്തിനെ മാറ്റണം, എങ്കിലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The function f of x equal to tan inverse sin x plus cos x is an increasing function in ഏത് ഇന്റർവെല്ലിലാണെന്ന്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്ത് വരും? എഫ് ഡാഷ് എക്സ് ഇവിടെ എന്ത് വരും? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലെ. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സിന്റെ കോസ് എക്സ് പ്ലസ് മൈനസ് സൈൻ എക്സ് അല്ലേ. നമുക്കറിയാം ഈ ടേം എന്തായാലും പോസിറ്റീവ് ആവും. കാരണം എന്താണ്? ഇത് സ്ക്വയർ ആണ്, പിന്നെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് എന്തായാലും പോസിറ്റീവ് ആണ് വരിക അല്ലെ. ഇനി നമുക്ക് എന്താ വരണ്ടേ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോ എന്ത് വരണം? ഇതിനനുസരിച്ചാണ് നമുക്ക് എഫ് ഡാഷ് എക്സ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാൻ പറ്റുക അല്ലെ.
അപ്പൊ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോസ് എക്സ് ഗ്രേറ്റർ ദാൻ സൈൻ എക്സ് എന്ന് പറഞ്ഞൂടെ? കോസ് എക്സ് ഗ്രേറ്റർ ദാൻ സൈൻ എക്സ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യണ ഇന്റർവൽ എന്താവും? ഇവിടെ -π/2 ടു π/4 ആവും. അതായത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? അപ്പൊ ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സിന് എന്ത് വാല്യൂ വരും? -π/2 ടു π/4 എന്നുള്ള ആ ഒരു ഇന്റർവെല്ലിലാണ് വരിക. -π/2 ടു π/4 ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If p and q are positive real numbers such that p square plus q square equal to 1, then the maximum value of p plus q is. എങ്ങനെയാണ് നമ്മൾ ഇത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1 കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റി വെച്ചിട്ട് ചെയ്യണം. എങ്ങനെയാണ് കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റി? നിങ്ങൾക്ക് അറിയുണ്ടാവും. a1² പ്ലസ് a2² ഇൻറ്റു b1² പ്ലസ് b2² greater than or equal to a1 b1 plus a2 b2 whole square അല്ലേ? ഇതാണ് കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റി. അപ്പൊ ഇവിടെ a1 എന്ന് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞേക്കണേ? p ആണ് അല്ലെ? a1 ഈക്വൽ ടു p. a2 എന്താണ്? q ആണ്. b1 എന്ത് വരും? 1 എന്ന് വരും അല്ലെ? b2 എന്ത് വരും? 1 എന്ന് വരും. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇൻറ്റു 1² പ്ലസ് 1² എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് q ഇൻറ്റു 1 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് വരും? p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇൻറ്റു 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p പ്ലസ് q ഹോൾ സ്ക്വയർ എന്ന് വന്നില്ലേ? ഇനി ഗിവൺ കണ്ടീഷൻ എന്താണ്? p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p പ്ലസ് q ഹോൾ സ്ക്വയർ എന്ന് വരില്ലേ? p പ്ലസ് q ഹോൾ സ്ക്വയർ എന്ന് വരും. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p പ്ലസ് q ഹോൾ സ്ക്വയർ. അതായത് ഇതിന്റെ റൂട്ട് എടുത്താൽ √2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √p പ്ലസ് q ഹോൾ സ്ക്വയർ. പക്ഷെ പിയും ക്യൂവും എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് വാല്യൂ മാത്രമേ വേണ്ടൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ വേണ്ടൂ. അപ്പം എന്താണ്? p പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 എന്ന് വന്നില്ലേ? ഇനി ഇതിന് മാക്സിമം വാല്യൂ വരണമെങ്കിൽ പിയും ക്യൂവും എന്താവണം? സെയിം ആവണം അല്ലെ? p ഈക്വൽ ടു ക്യൂ ആവണം മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യണമെങ്കിൽ. അപ്പൊ p ഈക്വൽ ടു ക്യൂ ആവുമ്പോ നമുക്ക് ഇവിടെ എന്ത് വരും? p സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് p സ്ക്വയർ പ്ലസ് p സ്ക്വയർ ഈക്വൽ ടു 1 എന്നായില്ലേ? അപ്പൊ 2p സ്ക്വയർ എന്ന് പറയുന്നത് 1 ആയില്ലേ? p സ്ക്വയർ ഈക്വൽ ടു 1/2 ആയില്ലേ? p ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓ മൈനസ് 1/√2 ആണ്. പക്ഷെ p പോസിറ്റീവ് ആണ്. അപ്പൊ മൈനസ് വരില്ല, പ്ലസ് മാത്രമല്ലേ വരുള്ളൂ. 1/√2 എന്നത് തന്നെ വരുള്ളൂ. അപ്പൊ p നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് q കിട്ടി, ക്യൂവും കിട്ടി അല്ലെ? p ഈക്വൽ ടു ക്യൂ എന്നല്ല നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ q എന്താവും? ക്യൂവും 1/√2 ആണ്. അപ്പൊ p പ്ലസ് ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. p പ്ലസ് ക്യൂ ഈക്വൽ ടു 1/√2 പ്ലസ് 1/√2 എത്ര വരും? 2/√2. 2/√2 എന്നുള്ള ഒരു ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് √2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും? √2 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഏതാണ്? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many real solution does the equation x raised to 7
plus 14x raised to 5 plus 16x cube plus 30x minus 560 equal to 0 have. ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? മോണോട്ടോണിക് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് അല്ലെ? മോണോട്ടോണിക് ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റുമോ? മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും അല്ലെ? അത് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് അത് നോക്കണം. അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് നമുക്ക് ഇത് എഴുതാം അല്ലെ? അപ്പോൾ എഫ് ഡാഷ് എക്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എഫ് ഡാഷ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇത് അല്ലെ? അത് എത്ര വരും? 7x raised to 6 plus 14 into 5 എത്ര വരാ? 70 ആണ് അല്ലെ? 70x raised to 4 plus 16 into 3 48 അല്ലെ? 48x square plus 30. 560 0 ആയി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ? എക്സും എക്സ് റേസ് ടു 6 എക്സ് റേസ് ടു 4 എക്സ് സ്ക്വയർ ഇതൊക്കെ ആവുമ്പോൾ ഇത് പോസിറ്റീവ് തന്നെയാണ് വരിക അല്ലെ? അപ്പൊ നമുക്ക് 48x സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. 70x റേസ് ടു 4 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്. 7x റേസ് ടു 6 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി എന്ത് പറയാം? 30 ഗ്രേറ്റർ ദാനും 0 ആണ്. അപ്പൊ നമുക്ക് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞൂടെ? ഓൾ റിയൽ എക്സിന് ഫോർ ഓൾ റിയൽ എക്സ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അല്ലേ? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷന് എന്താണ്? എക്സ് ആക്സിസില് അറ്റ്മോസ്റ്റ് വൺസിലാണ് അത് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക അല്ലെ? അപ്പോ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ എന്താ പറയാ? എഫ് ഓഫ് എക്സ് 0ന് എന്ത് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക? എക്സാക്ട്ലി 1 റിയൽ സൊല്യൂഷൻ അല്ലേ ഉണ്ടാവുക? എക്സാക്ട്ലി 1 റിയൽ സൊല്യൂഷൻ. റിയൽ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസും ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് 1 റിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Suppose the cubic x cube minus px plus q has 3 distinct real roots where p greater than 0 and q greater than 0, then which of the following holds? ക്യൂബിക് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് എക്സ് ക്യൂബ് മൈനസ് പി എക്സ് പ്ലസ് ക്യൂ ആണെന്ന്. പി ഗ്രേറ്റർ ദാൻ 0യും ക്യൂ ഗ്രേറ്റർ ദാൻ 0യും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? 3 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? മാക്സിമ ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ അതിന് എന്ത് വേണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ എഫ് ഡാഷ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഇതാണ് എങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ത് വരും? 3x സ്ക്വയർ മൈനസ് പി എന്നല്ലേ വരിക? 3x സ്ക്വയർ മൈനസ് പി. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ? അപ്പൊ 3x സ്ക്വയർ ഈക്വൽ ടു പി എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു പി ബൈ 3 എന്ന് വരും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് റൂട്ട് പി ബൈ 3 അല്ലേ? അപ്പൊ എക്സിന് പ്ലസ് റൂട്ട് പി ബൈ 3 ഉണ്ട്, എക്സിന് മൈനസ് റൂട്ട് പി ബൈ 3 ഉണ്ട്. ഇനി നമുക്ക് മാക്സിമം എപ്പോഴാണ് മിനിമം എപ്പോഴാണെന്ന് കാണാൻ
സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം, എഫ് ടു ഡാഷ് എക്സ് കാണണം. എഫ് ടു ഡാഷ് എക്സ് എന്താ വരിക? ഇതിന്ന് 6x എന്നല്ലേ വരിക? സെക്കൻഡ് ഡെറിവേറ്റീവ് 6x ആണ് വരിക. അപ്പോ എക്സിന് റൂട്ട് പി ബൈ 3 എന്ന് പറയുമ്പോ 6x എന്ന് പറയുന്നത് 6 ഇൻറ്റു റൂട്ട് പി ബൈ 3 എന്ന് വരില്ലേ? അത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? മിനിമം വരും അല്ലേ? ക്യൂബിക്കിന് മിനിമം വാല്യൂ വരും. കാരണം എന്താണ്? എഫ് ടു ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോ മിനിമം ആണ് വരിക. ഇനി എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് പി ബൈ 3 ആവുമ്പോ 6x എന്ന് പറയുന്നത് മൈനസ് 6 ഇൻറ്റു റൂട്ട് പി ബൈ 3 ആവില്ലേ? കാരണം മൈനസ് ഇവിടെ വരുമ്പോ നെഗറ്റീവ് ആവും അല്ലെ? അപ്പൊ ലെസ് ദാൻ 0 ആവും. അപ്പൊ ഇവിടെ എന്ത് വരും? ഗ്രേറ്റർ ആവുമ്പോ മിനിമം വരും, ലെസ് ആവുമ്പോ എന്ത് വരും? മാക്സിമം വാല്യൂ വരും, മാക്സിമം വരും. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ദ ക്യൂബിക് ഹാസ് മിനിമ അറ്റ് റൂട്ട് പി ബൈ 3 ആൻഡ് മാക്സിമ അറ്റ് മൈനസ് റൂട്ട് പി ബൈ 3. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.